ഹലോ ഗൈസ്, ഈ വീഡിയോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് ആദി. ഇവളെൻ്റെ നാട്ടിലെ ഫ്രണ്ടാണ്. അതേപോലെ ഇപ്പം എൻ്റെ ഓഫീസിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ അങ്ങനെ രണ്ടുപേർക്കും പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ. അവളുടെ റൂമിൽ നിന്ന് എൻ്റെ ഫ്ലാറ്റിലോട്ട് വന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഒരു പ്ലാൻ ഇട്ടു. സിനിമയ്ക്ക് പോയാലോ, ഫുഡ് അടിച്ചാലോ എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്ന എൻ്റെ നീരിൻ്റെ കുറച്ച് സ്നേഹപ്രകടനമാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും റെഡിയായി പോകാനുള്ള തത്രപ്പാടിലൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ രണ്ട് ഫ്രണ്ട്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലെങ്കിൽ അവർ തമ്മിൽ കമ്പനി ആക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വൈബാല്ലേ. അതാവുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാമല്ലോ. അങ്ങനെ അച്ഛന് വയ്യാത്തതുകൊണ്ട് അച്ഛൻ വന്നില്ല. ഏകദേശം സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തു. ഊബർ വന്നു. ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോവാട്ടോ. എങ്ങോട്ടാ അറിയാലോ, ഒബ്വിയസ്ലി ലുലു മോളായിരിക്കുമല്ലോ. ഞങ്ങൾ പടം കാണാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ലുലു മോളിൽ തന്നെയാണ് കേട്ടോ. പാവാതി നല്ല വിശന്ന് വലഞ്ഞ് കയറിയത് ഹൈപ്പർ മാർക്കറ്റിലോട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അതൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും തിക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും എന്താ, അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് വാങ്ങിപ്പോയി. പാവ എൻ്റെ കൈയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു കേട്ടോ. നല്ല തിക്കും തിരക്കായതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ഉള്ളിൽ കൂടെ കയറി ഫുഡ് വാങ്ങാനായിട്ട് നിന്നു. ഫുഡ് കിട്ടിയ സന്തോഷമാണ് ഞങ്ങൾ മുഖത്ത് കാണുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച്, ഇവളുടെ മുഖത്തുള്ള സന്തോഷം ആരും കാണാതെ പോരുത് കേട്ടോ. ഇവളാണെങ്കിലോ ഇതെപ്പം കഴിക്കുന്നുള്ളൊരു എക്സ്പ്രഷനായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റ് അല്ല ലിഫ്റ്റിലും കയറി മേലെ ഫുഡ് കോർട്ടിൽ പോയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള ഒരു ആകാംക്ഷ തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം ഫുഡ് കുറച്ച് ബാക്കി വന്നത് ഞങ്ങൾ ഫിലിം കാണുന്നതിന് മുന്നേ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു. പിന്നെ എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വിശക്കും ഞങ്ങൾക്ക് അറിയാം. ഡ്രാഗൺ ഇറങ്ങിയ സമയമായതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഡ്രാഗൺ കാണാൻ പോയി. ഇവർ തമ്മിൽ കമ്പനി ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എൻ്റെ ഫ്രണ്ട്സും തമ്മിൽ കമ്പനി ആവുന്നത്. ഈ വീഡിയോ ഞാൻ അന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞാൽ മസ്റ്റ് വാച്ച്. ഇപ്പം എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഈ ഒരു സീൻ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു കേട്ടോ. ഏതാ സീൻ കമൻറ്റ് ചെയ്യാവോ? പാരൻസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും ആ സീൻ കണ്ടാൽ എന്തായാലും ഇമോഷണൽ ആവും കേട്ടോ. ഞങ്ങളുടെ റിവ്യൂ ആണ്, അടിപൊളിയാണ്. അതിന് ശേഷം ഞങ്ങൾ ഊബറും പിടിച്ച് തിരിച്ച് നേരെ ഫ്ലാറ്റിലോട്ട് വന്ന് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഗൈസ് ബൈ.